ബീനാസ് വേൾഡിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതുപോലുള്ള പേപ്പർ വെച്ചിട്ട് നമ്മൾ എങ്ങനെ വളരെ മനോഹരമായ രീതിയിൽ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. ഇതുപോലത്തെ പൂക്കൾ ഉണ്ടാക്കി വെച്ച് ഞാൻ ഇതുപോലത്തെ പേപ്പർ ഞാൻ ബുക്കിൽ നിന്ന് കീറിയെടുത്ത് തട്ടിയാണ് ഇതുപോലെ വെട്ടിയെടുക്കുക ആദ്യം. അതിനുശേഷം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക, ഒരു സ്ക്വയർ ടൈപ്പിൽ ഫോൾഡ് ചെയ്യുക. നമുക്കിത് ഒരു പീസ് വെട്ടിയെടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ അല്പം കൂടി വലിപ്പമുള്ള രീതിയിൽ, ഇതിൻ്റെ ഇരട്ടി വലിപ്പം വരാവുന്ന രീതിയിൽ ഇതുപോലുള്ള കുറച്ച് പീസുകൾ വെട്ടിയെടുക്കുക. ഇതൊരു 2 ഇഞ്ച് വീതി 2 ഇഞ്ച് നീളം വരാവുന്ന രീതിയിലുള്ള വലിപ്പം. നമ്മൾ ഈ പേപ്പർ ഇതുപോലെ മടക്കുക. വീണ്ടും ഒന്നുകൂടി മടക്കുക. മടക്കിയതിന് ശേഷം നമ്മൾ ഇതിവിടെ കോർണർ, ഈ മടക്ക് ഇവിടെ വരാവുന്ന രീതിയിൽ ഇങ്ങനെ മടക്കുക. നമുക്കിത് ഇവിടെ സൈഡ് ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ ഇതിൻ്റെ കോർണർ അടിഭാഗം അല്പം വെട്ടിക്കളയും. നമ്മളിതിങ്ങനെ നിവർത്തിയെടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും. അപ്പം പിന്നീട് നമ്മളിതിന് ഇതുപോലത്തെ സ്കെച്ച് പെൻ എടുക്കുക. വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒന്നും ഉപയോഗിച്ചിട്ടില്ല. വെറും നിസ്സാര നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കൾ മാത്രം വെച്ചാണ് ഞാനിത് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ഈ ഫ്ലവർ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ 3 ലൈൻ കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ 3 ലൈൻ കൊടുക്കുക. നോക്കുക. അതിന് ശേഷം നമ്മൾ ഈ ബോർഡർ ലൈൻ നമ്മൾ സ്കെച്ച് പെൻ വെച്ച് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. കണ്ടു. ഇനി നമ്മളിത് എന്തെങ്കിലും പേനയോ റൂളോ എന്തെങ്കിലും വെച്ച്, ഞാൻ ഇപ്പോൾ കത്രികയുടെ തുമ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കിട്ടും. അതുപോലെ കുറച്ച് ചെറിയ ഫ്ലവേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തന്നെ വലുത് കുറച്ച് ഫ്ലവേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ഫോൾഡ് ചെയ്യുക. ഇതുപോലെ വീണ്ടും ഫോൾഡ് ചെയ്യുക. ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ സൈഡ് വഴി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ജസ്റ്റ് ചെറിയൊരു കോർണറിൽ ഒരു കട്ട്. ഈ വലിയ വലിയ ലീഫുകൾക്ക് ഒരല്പം നീളം കൂട്ടി കൊടുക്കാം. ഇടുമ്പോൾ നമുക്ക് ബോർഡർ ലൈൻ വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാട്ടി കൊടുത്താൽ മതി. ജസ്റ്റ് ഇങ്ങനെ കാട്ടി കൊടുത്താൽ മതി. ഇതുപോലെ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലത്തെ കുറച്ച് ഫ്ലവേഴ്സും കട്ട് ചെയ്തിട്ട് ഞാൻ വരാം. അപ്പോൾ ഞാനിപ്പോൾ അതുപോലെ ചെറുതും വലുതുമായ കുറച്ച് ഫ്ലവേഴ്സ് കട്ട് ചെയ്ത് സ്കെച്ച് പെന്ന് വരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് 5-6 ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ അത്രയും കട്ട് ചെയ്ത് വരച്ചെടുത്തത്. അതിന് ശേഷം നമുക്കിതുപോലെ ഒരു തുണി കഷ്ണം എടുക്കാം. ഇതിൽ നിന്ന് നമുക്ക് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഇർക്കിളി എടുക്കാം.
ഇർക്കിളി എടുത്തതിന് ശേഷം ഞാൻ 2 പീസ് അതുപോലെ പഞ്ഞി ഉണ്ടെങ്കിൽ പഞ്ഞി ഇടുക. പഞ്ഞി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് പേപ്പറോ എന്തെങ്കിലും മതി, കുഴപ്പമില്ല. അപ്പം എൻ്റെ കയ്യിൽ പഞ്ഞി ഉള്ളതുകൊണ്ട് ഞാനതിങ്ങനെ എടുത്താണ്. പഞ്ഞി അങ്ങനെ വയ്ക്കുക. ഈ ഇർക്കിളിയിൽ ഇതിങ്ങനെ പഞ്ഞി വയ്ക്കുക. അതുപോലെ ഈ തുണി അതിന് മുകളിലേക്ക് കവർ ചെയ്യുക. നമുക്ക് ഒരു നൂല് വെച്ചിട്ട് ചുറ്റി കൊടുക്കാം. നമുക്ക് ഈ തുണി എടുത്തിട്ട് ഇതുപോലെ ചെറിയ പഞ്ഞി കഷ്ണം എടുക്കുക, കെട്ടിക്കൊടുത്തു. ഇനി നമ്മൾ ഇതുപോലെ എല്ലാവരുടെ കയ്യിൽ കാണുമല്ലോ, ഇതുപോലെ ടേപ്പ് കാണും, അല്ലെങ്കിൽ പച്ച പേപ്പർ, ചൈന പേപ്പർ എന്തെങ്കിലും എടുത്തിട്ട് ഇത് നമുക്കിങ്ങനെ ചുറ്റി കൊടുക്കാം. നമുക്കിതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കാം. നോക്കും, അപ്പം ഇങ്ങനെയാക്കി എടുക്കാം. അങ്ങനെ ഇതുപോലെ നമുക്ക് ഒരു 6 സ്റ്റിക്ക് നമുക്ക് ചുറ്റിയെടുക്കാം. അപ്പം ഞാനിത് 6 സ്റ്റിക്ക് ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഫ്ലവർ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഇതിൽ നിന്ന് ഒരു സ്റ്റിക്ക് നമുക്ക് എടുക്കാം. ഇതിൽ ആ ചെറിയ ഫ്ലവേഴ്സിൽ ഒരെണ്ണം നമുക്കിതിൽ കയറ്റി കൊടുക്കാം. അങ്ങനെ വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഫെവിക്കോൾ ഒരല്പം ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ അതവിടെ ഒട്ടിയിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളതങ്ങനെ ചെയ്യുന്നത്. അടുത്ത ഫ്ലവർ എടുക്കുക. അല്പം ഫെവിക്കോൾ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ഈ ഫ്ലവറിൻ്റെ ഗ്യാപ്പ്, ഫസ്റ്റ് നമ്മൾ വെച്ച ഫ്ലവറിൻ്റെ ഗ്യാപ്പ് നോക്കിയിട്ട് വേണം നമുക്ക് അടുത്ത ഫ്ലവർ വെച്ച് കൊടുക്കാൻ. നമുക്ക് അടുത്ത ഫ്ലവർ വെച്ച് കൊടുക്കാം. അതിന് ഇങ്ങനെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ചെറിയ ഹോള് സെൻറ്ററിൽ കട്ട് ചെയ്തത്. താഴെ 2 എണ്ണം മാത്രമേ ഇപ്പം ഞാൻ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. കൂടുതൽ അധികമല്ല, 1 2 കൂടെ വെച്ച് കൊടുത്താലും ഭംഗിയായിരിക്കും. ആദ്യം നമ്മൾ വെച്ചതിൻ്റെ ഗ്യാപ്പിൽ ഇതിൻ്റെ രണ്ടാമത് വയ്ക്കുന്ന ഇതിൽ വരാവുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ അതവിടെ ഒട്ടിയിരുന്നു. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഫ്ലവർ. പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു പച്ച, ഇത് ചൈന പേപ്പറാണ്. നിങ്ങളവിടെ എന്താ പറയുന്നത് അറിയത്തില്ല. ഇതുപോലെ ഒരു പീസ് പേപ്പർ എടുക്കുക. നമ്മൾ ഈ ഫ്ലവർ കട്ട് ചെയ്യാൻ എടുത്ത അതേ വലിപ്പത്തിൽ വീണ്ടും അതുപോലെ തന്നെ മടക്കുക. അല്പം വീതി കുറച്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്കിവിടെ അല്പം കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിതിന് ഇങ്ങോട്ടിങ്ങനെ ഇവിടെ ഫെവിക്കോൾ വെച്ച് കൊടുക്കാം. നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നൂൽക്കമ്പി ഉണ്ടെങ്കിൽ നൂൽക്കമ്പി എടുക്കുക. ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പം നൂൽക്കമ്പി തീർന്നിരിക്കുക. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈർക്കിളിയിൽ നിങ്ങൾ ഇപ്പോൾ കാണിച്ച് തരാമെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെ നമുക്ക് ഒരു 6 ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ അങ്ങനത്തെ 6 ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വെറും പേപ്പർ ബുക്കിൻ്റെ അട്ടിയും സ്കെച്ച് പെന്ന് മാത്രം ഉപയോഗിച്ചാണ് ഇപ്പോൾ ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിതിന് ലീഫ് വെച്ച് കൊടുക്കാം. അതിനായി നമുക്ക് ഇതുപോലത്തെ ഒരു പീസ് പേപ്പർ എടുക്കുക, കളർ പേപ്പർ. നമുക്കതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഒരു ലീഫിൻ്റെ ആകൃതിയിൽ നമുക്ക് കിട്ടും. നമുക്കിതൊന്ന് ഗം വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു ലീഫ് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ലീഫ് ഇവിടെ ഒട്ടിച്ച് കൊടുക്കാം. അല്പം താഴെയായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. കണ്ടോ? ഇങ്ങനെ നമുക്ക് ആ ഫ്ലവേഴ്സ് ചെയ്തെടുക്കാം.